ഇന്ന് നമ്മൾ നോക്കുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്നാ, ഷെയർ ഹോൾഡേഴ്സ് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പനി അവർക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഏൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. മിനിമം എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന എത്രയാണോ അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ 3 രീതി കണ്ടുപിടിക്കാം. ആദ്യത്തേന്ന് പറയുന്നത് ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡാണ്. അതിൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഡിവിഡൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺസ് കിട്ടുന്നത് ഡിവിഡൻഡ് വഴിയാണ്. അവിടെ ഗ്രോത്ത് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓരോ തവണയും കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു, ബാക്കി പോർഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലി ഡിവിഡൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കിട്ടുന്നത് ഡിവിഡൻഡ് വഴിയായിരിക്കും. അല്ലാതെ അവിടെ ഗ്രോത്ത് കമ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ പ്രൈസ് എത്ര ആണോ അതിൽ നിന്ന് ഡിവിഡൻഡ് റിട്ടേൺ അല്ലെങ്കിൽ ഡിവിഡൻഡ് എത്ര റിട്ടേൺ ആണ് തരുന്നത് എന്നാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ NP എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്നും കൂടെ പേര് വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്തുകൊള്ളുക. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കിട്ടുന്നത് ഡിവിഡൻഡ് വഴിയാണ്. ഗ്രോത്ത് കമ്പോണൻ്റ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഷെയർ പ്രൈസ് എത്ര ആണോ അതിൽ നിന്ന് ഡിവിഡൻഡ് എത്ര റിട്ടേൺ തരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്നത് D/NP അല്ലെങ്കിൽ D/MP ആണ്. അതുകൊണ്ടാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്നൊരു പേരൂടെ വന്നിട്ടുള്ളത്. ഇനി ആദ്യത്തെ ഇക്വേഷൻ എന്ന് പ്രോബ്ലം എന്ന് പറയുന്നത് a new company while issuing 10 rupee equity shares expect to pay a dividend of 12% if issued, which is the expectation of the shareholders too. The flotation costs are estimated at 5% of the face value. Compute cost of equity A at par, B at a premium of 50%, C at a discount of 10%. നമുക്കറിയാം ഇവിടെ 2 ഇക്വേഷനാണ് ഉള്ളത്. D/NPയും ഉണ്ട്, D/MPയും ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ വാല്യൂ ഇട്ട് ഇക്വേഷൻ ചെയ്താൽ മതി. അതല്ല ഇപ്പോൾ അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് പല പല ഓപ്ഷൻ, പ്രത്യേകിച്ച് അറ്റ് പ്രീമിയം, ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ നടന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ D/NP ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് അറ്റ് പാർ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇക്വേഷൻ K = D/NP ആണ്. അപ്പം ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 റുപ്പി ഇക്വിറ്റി ഷെയറിന് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 12%. അപ്പം 10 × 12% ചെയ്താൽ ഡിവിഡൻഡിൻ്റെ വാല്യൂ കിട്ടി 1.2. നെറ്റ് പ്രൊസീഡ് എന്ന് പറയുന്നത് ഇവിടെ ഫേസ് വാല്യൂ എത്ര? 10 രൂപ. 10 രൂപയാണ് ഇക്വിറ്റി ഷെയറിന്. അപ്പം അറ്റ് പാർ ആയതുകൊണ്ട് തന്നെ ഇവിടെ അറ്റ് പ്രീമിയമോ ഡിസ്കൗണ്ടോ പോലെ ഇവിടെ ഒരു വാല്യൂ വരത്തില്ല. എത്രയാണോ ഫേസ് വാല്യൂ അത്രയത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപ തന്നെ ആയിരിക്കും. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് 5% ഓഫ് ഫേസ് വാല്യൂ എന്നുള്ളത്. അപ്പം 10 × 5%. അപ്പോൾ എത്ര? 0.5. 10ൽ നിന്ന് 0.5 കുറച്ചാൽ 9.5 എന്ന് പറയുന്നതാണ് നെറ്റ് പ്രൊസീഡ്. ഇഷ്യൂ പ്രൈസിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറച്ചു. അപ്പം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് D/NP ആണ്. 1.2 ഡിവൈഡഡ് ബൈ 9.5 ചെയ്യുമ്പം 12.60% എന്ന് പറഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ പോയിൻ്റ് സംതിങ്ങിലായിരിക്കും വരുന്നത്. അതിനെ × 100 ചെയ്ത് പെർസെൻറ്റേജിൽ കാണിക്കുക. അടുത്ത ക്വസ്റ്റൻ എന്നാ? അറ്റ് എ പ്രീമിയം ഓഫ് 50% ആണ്. അപ്പം അടുത്തത് അറ്റ് എ പ്രീമിയം ആണ്. K = D/NP എന്ന് പറയുന്നത് തന്നെയാണ് ഇക്വേഷൻ. നേരത്തെ പോലെ സെയിം തന്നെ പ്രീമിയം വരുമ്പോൾ മാത്രമേ ഉള്ളൂ വാല്യൂവിൽ വ്യത്യാസം വരുന്നത്. അതായത് പ്രീമിയത്തിൻ്റെ സ്റ്റെപ്പ് തൊട്ട് ഫേസ് വാല്യൂ 10 വരെ അവിടം വരെ സെയിം ആണ്. പ്രീമിയം വരുമ്പോഴത്തേക്കും എത്ര? ഫേസ് വാല്യൂവിൻ്റെ 50%, 10ൻ്റെ 50%, 5 രൂപ. ക്വസ്റ്റനിൽ ഫേസ് വാല്യൂവിൻ്റെ എന്ന് പറയത്തില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങൾ കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോയാൽ ആ സാധനത്തിൻ്റെ എമൗണ്ടിൽ നിന്നല്ലേ ഡിസ്കൗണ്ട് തരാറ്. അതേപോലെ തന്നെ അല്ലേ പ്രീമിയത്തിൻ്റെ കാര്യമാണെങ്കിലും
അപ്പം ഫേസ് വാല്യൂവിൽ നിന്ന് പ്രീമിയം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. 10 × 50%, അങ്ങനെ 5 rupees വന്നു. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ചെയ്യുമ്പോഴത്തേക്കും ഇഷ്യൂ പ്രൈസ് 15. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിൻ്റെ 5% ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, 5% ഓഫ് ഫേസ് വാല്യൂ എന്ന്. അപ്പം 10 × 5% ചെയ്താൽ 0.5 വന്നു. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്ന ഇഷ്യൂ പ്രൈസിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറച്ച് 14.5 എന്ന് കിട്ടുന്നു. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.2 ഡിവൈഡഡ് ബൈ 14.5, അങ്ങനെ 8.28% വന്നു. അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം വീണ്ടും ഈ ഫേസ് വാല്യൂ വരെയുള്ള വാല്യൂസ് സെയിം ആയിരിക്കും. ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഫേസ് വാല്യൂവിൻ്റെ 10%, അങ്ങനെ ഡിസ്കൗണ്ട് 1 രൂപയായിട്ട് മാറുന്നു. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്ന ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് ചെയ്യുമ്പം 9 എന്ന് പറഞ്ഞ് കിട്ടും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 10 × 5%, ഫേസ് വാല്യൂവിൻ്റെ 5% ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അതെല്ലാം മാറ്റമില്ല, കാരണം ഇവിടെ നമ്മൾ അത്ര തന്നെ എടുത്ത് ഇവിടെ, അതായത് ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല, സെയിം 5% എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തേക്കുന്നത്. അപ്പം ഇവിടെ 0.5, ഇഷ്യൂ പ്രൈസിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറച്ച് 8.5 കിട്ടി. പിന്നെ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, 1.2 ഡിവൈഡഡ് ബൈ 8.5, അങ്ങനെ 14.12% എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡാണ്. ഇവിടെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നേരത്തെ മെത്തേഡിനെക്കാട്ടിലും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് 2 പാർട്ടായിട്ടാണ്, അല്ലെങ്കിൽ റിട്ടേൺ കിട്ടാൻ പോകുന്നത് 2 പാർട്ടായിട്ടായിരിക്കും. ഒന്നാമത്തേന്ന് പറയുന്നത് ഡിവിഡൻഡാണ്, രണ്ടാമത്തേന്ന് പറയുന്നത് ഡിവിഡൻഡ് ഗ്രോത്ത് ആയിരിക്കും. അപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് എന്നുള്ള രീതിയിലായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ഇക്വേഷൻ വരാൻ പോകുന്നത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് എന്നുള്ള രീതിയിൽ. ഇവിടെ നോക്കിയാൽ കാണാം D1/NP, അതാണ് ഡിവിഡൻഡ് ഈൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നേരത്തെ ഇക്വേഷൻ തന്നെ ഡിവിഡൻഡ് ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൽ D/NP, അതിൻ്റെ കൂടെ ജിയും കൂടെ വന്നതല്ലേ ഉള്ളൂ ഇവിടെ ഗ്രോത്ത് മോഡലിനകത്ത്. ആ സെയിം ഇക്വേഷൻ്റെ കൂടെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കൂടെ ആഡ് ചെയ്താണ് വരുന്നത്. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്റ്റേബിളും അതുപോലെ തന്നെ ഗ്രോയിങ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും. ഇവിടെ ഓർത്തോണം, നമ്മൾ നേരത്തെ മെത്തേഡിൻ്റെ അകത്ത് ഡിവിഡൻഡ് കോൺസ്റ്റൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പം ഗ്രോത്ത് ആയിരിക്കും കോൺസ്റ്റൻറ്റ് കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം ഡിവിഡൻഡ് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ 2 രീതിയിലാണ് കിട്ടുന്നത്. ഒന്ന് ഡിവിഡൻറ്റും, രണ്ടാമത്തേന്ന് പറയുന്നത് ഡിവിഡൻഡ് ഗ്രോത്തും കൂടെ ആയിരിക്കും. അപ്പം ഗ്രോത്ത് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നതും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് എന്നുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് D1/NP+G അല്ലെങ്കിൽ D1/NP+G എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെ D1 എന്ന് പറയുന്നത് യൂഷ്വലി ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തരാറില്ല. അത് കണ്ടുപിടിക്കുന്നത് D0 × 1+G എന്നുള്ള രീതിയിലായിരിക്കും. ഇതിൽ D0 എന്ന് പറയുന്നത് ബുക്ക് എടുത്ത് എഴുതി വെച്ചോണം. ഡിവിഡൻഡ് ജസ്റ്റ് പെയ്ഡ് എന്നുള്ള രീതിയിലാവാം, അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്, ഒന്നെങ്കിൽ ക്വസ്റ്റിനകത്ത് ഡിവിഡൻഡ് ജസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്നോ, അല്ലെങ്കിൽ ഡിവിഡൻഡ് റീസെൻ്റ്ലി പെയ്ഡ് എന്നോ, അല്ലെങ്കിൽ കറണ്ട് ഡിവിഡൻഡ് എന്നോ, അല്ലെങ്കിൽ ഇനീഷ്യൽ ഡിവിഡൻഡ് എന്നോ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ടേംസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓർത്തോണം അത് D0യുടെ വാല്യൂ ആണ്. ഇപ്പോൾ ക്വസ്റ്റിന് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടും തരാറുണ്ട്. അതായത് D1 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയേഴ്സ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്, അതായത് D1 കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാമല്ലോ. അപ്പം D1 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിൻ്റെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ് തന്നാൽ ഓർത്തോണം അത് D1ൻ്റെ വാല്യൂ ആണ്. G എന്ന് പറയുന്നത് ഗ്രോത്ത് കമ്പോണൻ്റ് ആണ്. NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആയിരിക്കും. നമ്മൾ യൂഷ്വലി നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. MP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റനിൽ ഡയറക്റ്റ് ആയിട്ട് NPയുടെ വാല്യൂ തരാറുണ്ട്. ചില സമയത്ത് പ്രോബ്ലത്തിൽ നിങ്ങളുടെ അടുത്ത് പറയും മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ പറയുവാണ് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ, D1/K-G എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത്. ഈ ഇക്വേഷനെ തന്നെ റീസ്ട്രക്ചർ ചെയ്തേക്കുന്നതല്ലേ, അതായത് MBKയുടെ പൊസിഷനിലേക്ക് പോകുമ്പം ഇക്വേഷൻ എന്ന് പറയുന്നത് D1/ അല്ലെങ്കിൽ ഹോൾ ഡിവൈഡഡ് ബൈ K-G എന്നുള്ള രീതിയിലേക്ക് ആവുന്നതാണ്.
അപ്പോൾ നമ്മളിവിടെ നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് എ കമ്പനി ഈസ് ₹150. The company had paid a dividend of ₹30 last year. The investor expects a growth of 5% in the dividend every year. Calculate cost of equity capital. അതുപോലെ തന്നെ if the expected growth rate is 10% per annum, calculate market price per share based on the A question. അപ്പം ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എത്ര ആണ് എന്നുള്ളതാണ്. ഇവിടെ കേഡ് ഇക്വേഷൻ നമ്മൾ എന്തൊക്കെ നോക്കണം, എൻ പി ആണോ അല്ലെങ്കിൽ എം പി ആണോ എന്നുള്ളത് ആദ്യം അറിയണം. അത് നെറ്റ് പ്രൊസീഡ് ആണോ അതോ മാർക്കറ്റ് പ്രൈസ് ആണോ എടുക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് എ കമ്പനി ഈസ് ₹150 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് പ്രൈസ് ആണ് തന്നേക്കുന്നത്. അപ്പം എം പി 150 ആണ്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ D1/(whole)/MP+G എന്ന് പറയുന്ന ഇക്വേഷൻ വേണം എടുക്കാൻ. പിന്നെ കമ്പനി ഹാഡ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് ₹30 ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം പേ ചെയ്ത ഡിവിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്നാ D0 ആണ്. ഞാൻ പറഞ്ഞായിരുന്നു D0 എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയേഴ്സ് ഡിവിഡൻറ്റെന്നോ ഡിവിഡൻഡ് ജസ്റ്റ് പെയ്ഡെന്നോ ഡിവിഡൻഡ് റീസെൻ്റ്ലി പെയ്ഡെന്നോ കറണ്ട് ഇയർ ഡിവിഡൻറ്റെന്നോ ഇനിഷ്യൽ ഡിവിഡൻറ്റെന്നോ പറഞ്ഞാൽ അത് D0 ആണ്. ഇവിടെ എന്നാ പറഞ്ഞേക്കുന്നത്, ഡിവിഡൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ. അപ്പം D0യുടെ വാല്യൂ ആണ് ₹30 എന്ന് പറയുന്നത്. ജി എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് 5% എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5% ആണ്. ഇനി നമുക്ക് സത്യത്തിൽ ഇക്വേഷനിൽ എന്നാ വേണ്ടത്, D1 ആണ് വേണ്ടത്. പക്ഷേ D1ൻ്റെ വാല്യൂ എവിടെയും തന്നിട്ടില്ല. അപ്പോൾ D1 കണ്ടുപിടിക്കണം. D1 = D0 × 1 + G. D0 എത്ര, 30 × 1 + ജിയുടേത് 5% ആണ്. അത് ഡെസിമലിൽ കാണിക്കണം. 0.05 ആണ്. അപ്പം 31.5 എന്ന് പറഞ്ഞ് വരും. ഇനി അത് ഡയറക്റ്റ് കെയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം D1ൻ്റെ വാല്യൂ 31.5 എം പി എന്ന് പറയുന്ന 150 ആണ്. പ്ലസ് 0.05 ചെയ്യുമ്പം 26% എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്തത് എന്നാ, ബിയുടെ ആണ്. ഇഫ് ദ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഇസ് 10% per annum, കാൽക്കുലേറ്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ബേസ്ഡ് ഓൺ എ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ വരുമ്പോൾ ഗ്രോത്ത് റേറ്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാം ക്വസ്റ്റ്യൻ അനുസരിച്ച് സെയിം തന്നെയാണ്. അതായത് എ ക്വസ്റ്റ്യൻ വരെയുള്ള രീതിയിൽ തന്നെയാണ് വാല്യൂസ് വരുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10% ആയിട്ട് മാറും. അപ്പം D0 നേരത്തെ പോലെ തന്നെ 30 തന്നെയാണ് ക്വസ്റ്റ്യൻ പ്രകാരം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് D1 കണ്ടുപിടിക്കാം. D0 × 1 + T. അപ്പം D1 എന്ന് പറയുന്നത് തന്നെ D0 30 ആണ് × 1 + ജിയുടെ വാല്യൂ മാത്രം മാറി 10% ആയതുകൊണ്ട് തന്നെ 0.10 ഇട്ടാൽ ₹33 എന്ന് പറഞ്ഞ് D1 കിട്ടും. അപ്പം എം പി എന്ന് പറയുന്നത് എന്താ, ഇതാണ് ഇക്വേഷൻ. D1/KE - G എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അപ്പം 33 0.26. ആ 0.26 എന്ന് പറയുന്നത് എന്നാ, കെയുടെ വാല്യൂ ആണ്. കെ നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചു 26%. അത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം 0.26 - ജി പുതിയത് 10% ആണ്. അപ്പം 0.10. അപ്പം എം ബിയുടെ വാല്യൂ 206.25 എന്ന് പറഞ്ഞ് കിട്ടും. ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം ഇവിടെ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നതിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ഗോർഡൻ ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞു അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ആദ്യം ഗോർഡൻ ഗ്രോത്ത് മോഡൽ വെച്ച് കമ്പ്യൂട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മോഡലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ ഫൈനൽ മെത്തേഡ് എന്ന് പറയുന്നത് ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ EP റേഷ്യോ അപ്രോച്ച് അല്ലെങ്കിൽ E/P റേഷ്യോ മെത്തേഡാണ് മൂന്നാമത്തെ മെത്തേഡ്. ഇവിടെ മറ്റ് രണ്ട് മെത്തേഡിൽ നിന്നും ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിവിഡൻഡ് കൺസിഡർ ചെയ്യുന്നില്ല. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഡിവിഡൻഡ് ഇൻഫർമേഷൻ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിലായിരിക്കും. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഇപ്പം റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുവാണ്, അല്ലെങ്കിൽ മോസ്റ്റ്ലി റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് വെക്കുവാണ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വന്നാൽ ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓർത്തോണം, ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏർണിങ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്
EPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. EPS അല്ലെങ്കിൽ ഏർണിങ്സ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി ഒരു ഷെയറിൽ എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു എന്നത് കമ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന എന്തുമായിട്ടാണ്, മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. EPS അതായത് ഏർണിങ്സോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര കിട്ടിയോ അതിനെ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സിറ്റുവേഷനാണ് ഏർണിങ്സ് പ്രൈസ് മെത്തേഡിൽ നടക്കുന്നത്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്ന ഡിവിഡൻഡ് ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും, റീറ്റൈൻഡ് ഏർണിങ്സ് ഉള്ള സിറ്റുവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഏർണിങ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കാൽക്കുലേഷൻ വരുന്നത്. ഇവിടെ കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E/P ആണ്. ഇതിൽ E എന്ന് പറയുന്നത് EPS അല്ലെങ്കിൽ E എന്ന് പറയുന്ന ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പം ഏർണിങ്സ് എന്ന് പറയുന്നതായിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇനി എഴുതി വെച്ചോണം, E എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നത്, ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ഏത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിലാണ് ഈ വാല്യൂ ആയിട്ട് മാറുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്, നെറ്റ് ഇൻകം, ഈ 3 വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും പേരാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഓർത്തോണം അത് ഇയുടെ വാല്യൂ ആണ് തന്നേക്കുന്നത്. P എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസോ അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് വാല്യൂന്നോ അല്ലെങ്കിൽ ട്രേഡിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ് തന്നാലോ ഓർത്തോണം അത് പിയുടെ വാല്യൂ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. PQ Limited has 5 lakh equity shares of 10 rupees each. The company is planning to expand its operations spending additional capital of rupees 50 lakhs. The company proposes to issue equity shares required for the additional capital. The market price of existing shares is rupees 80. The earnings of the company after tax was 60 lakhs. Compute cost of existing equity capital, അതാണ് part A, and new equity shares assuming that the new issue will be at rupees 70 per share and the flotation cost will be rupees 5 per share. ഇതിനെ നമുക്ക് പാർട്ട് ബി ആയിട്ട് കൺസിഡർ ചെയ്യാം, ന്യൂ ഇക്വിറ്റി ഷെയറിൻ്റെ കാര്യം. അപ്പം ഇവിടെ ഇക്വേഷൻ എന്നാ, ഏർണിങ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പം K is equal to E/P. അത് നമുക്ക് പാർട്ട് എ കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ക്യാപിറ്റൽ E എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിക്കാം. E അല്ലെങ്കിൽ EPS എന്ന് പറയുന്നത് ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പം ഇയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഏർണിങ്സ് എത്ര, 60 ലക്ഷം. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 60 ലക്ഷമാണ്. അപ്പം 60 ലക്ഷം ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 10 rupees ഈച്ച്. 5 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 rupees ഈച്ച് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ഷെയർസ്. അപ്പം നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 5 lakh ഇക്വിറ്റി ഷെയർസ്. അപ്പം 5 lakh എന്നുള്ളതാണ് നമ്പർ ഓഫ് ഷെയർസ്. അപ്പം 60 lakh ഡിവൈഡഡ് ബൈ 5 lakh ചെയ്താൽ ഇയുടെ വാല്യൂ കിട്ടി 12 എന്ന് പറഞ്ഞ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. ഇനി P എന്ന് പറയുന്നത് എന്നാ, മാർക്കറ്റ് പ്രൈസ് ആണ്. എക്സിസ്റ്റിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറയുന്നത് 80 രൂപയാണ് പറഞ്ഞു തന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ 80 ആണ് പിയുടെ വാല്യൂ. K എന്ന് പറയുന്നത് E/P ആണ്. 12/80 ചെയ്യുമ്പോഴത്തേക്കും 15% പെർസെൻറ്റേജ് വേണം കാണിക്കാൻ എന്നുള്ള ഓർത്തോണം. കോസ്റ്റ് ഓഫ് എന്ന് ചേർത്ത് വരുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ പെർസെൻറ്റേജ് എന്നുള്ള രീതി വേണം കാണിക്കാൻ. പിന്നെ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ന്യൂ ഇക്വിറ്റി ഷെയർസിൻ്റെ ന്യൂ ഇഷ്യൂ നടന്നു, അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂവിൻ്റെ കണ്ടുപിടിക്കണം വാല്യൂ എന്നുള്ള രീതിയിലാണ്. ഇവിടെയും ഇക്വേഷൻ K is equal to E/P ആണ്. ഈ കണ്ടുപിടിക്കുന്ന എങ്ങനെ, ടോട്ടൽ ഏർണിങ്സ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. പക്ഷേ നിങ്ങൾ ഇവിടെ ഓർത്തോണം, P വാല്യൂ എന്ന് പറയുന്നത് ന്യൂ ഇക്വിറ്റി ഇഷ്യൂ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ P വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും മാർക്കറ്റ് പ്രൈസ് ആയിരിക്കത്തില്ല. ന്യൂ ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ P വാല്യൂ എന്ന് പറയുന്നത് ഇഷ്യൂ പ്രൈസ് എത്ര ആണോ അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ന്യൂ ഇഷ്യൂ നടക്കുമ്പോഴല്ലേ നെറ്റ് പ്രൊസീഡ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ഇവിടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് എത്ര ആണോ, ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ അറ്റ് പാർ തന്നെ ആയതുകൊണ്ട് നമ്മൾ സെയിം, അതായത് ഫേസ് വാല്യൂവിൽ നിന്ന് അറ്റ് പാർ ആയതുകൊണ്ട് ആ വാല്യൂ തന്നെ ആയിരിക്കും നമ്മൾ ഇഷ്യൂ പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പം 70ൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര, 5 രൂപ എന്നുള്ളത് കുറച്ചിട്ടുണ്ടായിരിക്കണം. ആ നെറ്റ് പ്രൊസീഡ് കണ്ടുപിടിക്കുന്ന സെയിം സംഭവം തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ന്യൂ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ P വാല്യൂ എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ് ആയിരിക്കും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 70, അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5 രൂപ കുറച്ചാൽ
പി ഇസ് ഈക്വൽ ടു 70 - 5 65 റുപ്പീസ് എന്ന് പറഞ്ഞ് കിട്ടും. ഇൻ കേസ് ഇവിടെ അറ്റ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നെറ്റ് പ്രൊസീഡ് കണ്ടുപിടിക്കുന്ന പോലെ അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞ് എത്ര രൂപയാണോ നമ്മൾ നോർമലി നെറ്റ് പ്രൊസീഡ് കണ്ടുപിടിക്കത്തില്ലേ, ആ സെയിം രീതി ചെയ്യുക. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അറ്റ് പാർ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് പി ഇസ് ഈക്വൽ ടു ഇഷ്യൂ പ്രൈസ് മൈനസ് ഫ്ലോട്ടേഷൻ ക്വസ്റ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചോണം. ന്യൂ ഇഷ്യൂ കയറി വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രൊസീഡ് കണ്ടുപിടിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. പി വാല്യൂ ഡയറക്റ്റ് മാർക്കറ്റ് പ്രൈസ് അല്ല, നെറ്റ് പ്രൊസീഡ് ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ 65 റുപ്പീസ് കിട്ടുന്നത്. പിന്നെ ഡയറക്റ്റ് കെ ഇസ് ഈക്വൽ ടു ഇ ബൈ പി. ഇ എങ്ങനെ കണ്ടുപിടിച്ചേ? ഇവിടെ കണ്ടുപിടിച്ച് ഈ പോലെ തന്നെ 60 lakh ഡിവൈഡഡ് ബൈ 5 lakh, അതായത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ എത്രയാണോ നമ്പർ ഓഫ് ഷെയർസ്, അത് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടി. കാരണം ഇ പി എസ് എന്ന് പറയുന്നത് തന്നെ ഏർണിംഗ് പെർ ഷെയർ, അതാണ് 12 കിട്ടിയത്. 12 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ പി, അതായത് ന്യൂ ഇഷ്യൂവിൻ്റെ നെറ്റ് പ്രൊസീഡാണ് ഇവിടെ വരുന്ന പി വാല്യൂ. അപ്പം 65 വന്നു. അങ്ങനെ 18.46% ആണ് ഇവിടുത്തെ കെയുടെ വാല്യൂ. ഇത് മനസ്സിലായാലോ? ഈ ബിയുടെ സംഭവം കൃത്യമായിട്ട് അറിയണം. ന്യൂ ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഓർത്തോണം, അവിടെ നമ്മൾ പിയുടെ വാല്യൂ നെറ്റ് പ്രൊസീഡാണ് എടുക്കേണ്ടത്, മാർക്കറ്റ് പ്രൈസ് അല്ല. കൃത്യമായിട്ട് വായിച്ചോണം. പി വാല്യൂ നോർമലി നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആണ് എടുക്കുന്നത്, പക്ഷേ ന്യൂ ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ പി വാല്യൂ നെറ്റ് പ്രൊസീഡ് പോലെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം.